Hi my dears, welcome to ECS online class. അപ്പോൾ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇനി നമുക്ക് എന്താണ് വെയിറ്റ് എന്ന യൂണിറ്റിനെ കുറിച്ച് അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 105. ഓക്കെ, ബാലൻസ് ദ വെയിറ്റ്. കണ്ടോ, അവിടെ കുറച്ച് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. 1 കിലോഗ്രാം, 500 ഗ്രാം, 500 ഗ്രാം, 250 ഗ്രാം, 250 ഗ്രാം, 200 ഗ്രാം, 50 ഗ്രാം, 250 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം. കണ്ടോ, കുറച്ച് കട്ടകൾ, വെയിറ്റ് ഉള്ള കട്ടകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Choose from the weights above to make the two pans equal. In how many ways can you do it? Draw the weights in the empty pan. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഉണ്ട്, ഒരു കോമൺ ബാലൻസ് ഉണ്ട്. കണ്ടോ, ത്രാസ് അല്ലെ നമ്മൾ വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരു സൈഡിൽ 2 കിലോഗ്രാം വെയിറ്റിന്റെ ഒരു ബ്ലോക്ക് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോമൺ ബാലൻസ് എന്താണ്? വെയിറ്റ് ഉള്ള ഭാഗത്തോട് ചരിഞ്ഞിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ഈ വെയിറ്റ് ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ പാത്രം, ആ ഒരു പാനിൽ എന്ത് വെയിറ്റ് വെച്ച് കൊടുക്കണം? 2 കിലോഗ്രാം വെയിറ്റ് തന്നെ വെച്ച് കൊടുക്കണം അല്ലെ. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ വെച്ച് കൊടുക്കാൻ സാധിക്കും? നമുക്കിപ്പോ മറ്റ് ഭക്ഷ്യ സാധനങ്ങളൊന്നും വെച്ച് കൊടുക്കുന്ന കാര്യമല്ല. ഈ മുകളിലുള്ള ഈ വെയിറ്റുകൾ, ഏതൊക്കെ വെയിറ്റുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് 2 കിലോഗ്രാം ആവുന്നത്. അങ്ങനെയെങ്കിൽ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏതൊക്കെ വെയിറ്റ് ഏതൊക്കെ സമയത്ത് വെച്ച് കൊടുത്താലാണ് വെയിറ്റ് ഒക്കെ ഈ 2 കിലോഗ്രാം വെയിറ്റുമായിട്ട് ആ കോമൺ ബാലൻസ് ഈക്വൽ ആയിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. വരച്ചു കൊടുക്കണ്ട, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. പേജ് നമ്പർ 105 എന്ന് ഹെഡിങ് കൊടുക്കുക. ബാലൻസ് ദ വെയിറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ചൂസ് ഫ്രം ദ weights to make the two pans equal. In how many ways can you do it എന്ന് മാത്രം ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? കോമൺ ബാലൻസ് വരയ്ക്കാൻ എളുപ്പമാണെങ്കിൽ ജസ്റ്റ് ഒരു റഫ് ഫിഗർ കോമൺ ബാലൻസിന്റെ ഇതുപോലെ 2 കിലോഗ്രാമിന്റെ വരച്ചിടുക. ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കപ്പോൾ നോക്കാം. മിസ് ഒരു സാധ്യത എങ്ങനെയാണ്? 1 കിലോഗ്രാം ഉണ്ട് അല്ലെ. 1 കിലോഗ്രാം വെയിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 കിലോഗ്രാം അപ്പോൾ നമുക്ക് 1 കിലോഗ്രാം ആയി. ഇനി അതിന്റെ കൂടെ മറ്റേതൊക്കെ വെയിറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും? 2 500 ഗ്രാം ഉണ്ട് അല്ലെ. 2 500 ഗ്രാം പ്ലസ് 500 ഗ്രാം ഉണ്ടോ. 500 പ്ലസ് 500 എന്ന് വെച്ചാൽ എന്താണ്? 1000 ആണ്. 500 1000 ഗ്രാം എന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം എന്നല്ലേ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ 500 ഗ്രാം പ്ലസ് 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായി? 1000 ഗ്രാം ആയി. 1000 ഗ്രാം എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് തുല്യമായി. അപ്പോൾ ഓൾറെഡി 1 കിലോയുടെ ഒരു കട്ട നമ്മൾ കൊടുത്തു. പ്ലസ് 2 500 കൊടുത്താൽ 2 കിലോഗ്രാം ആയി. അപ്പോൾ ആ കോമൺ ബാലൻസ് വെയിറ്റ് ബാലൻസ് ചെയ്യും അല്ലെ. അപ്പൊ അത് ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത. ഇനി അടുത്ത സാധ്യത എന്തായിരിക്കും? 1 കിലോഗ്രാം വെയിറ്റ് വെച്ച് കൊടുത്തു, പ്ലസ് 500 ഗ്രാമിന്റെ ഒരു കട്ടയും വെച്ച് കൊടുത്തു, പ്ലസ് 250 ഗ്രാമിന്റെ 2 കട്ടയുണ്ടല്ലോ അവിടെ ആ ഫിഗറിൽ കണ്ടോ. 250 ഗ്രാമിന്റെ 2 കട്ടകളുണ്ട് കണ്ടോ. അപ്പൊ 250 പ്ലസ് 250 എന്താണ്? 500 ആയി. 500 പ്ലസ് 500 1000 ഗ്രാം ആയി അല്ലെ. 1000 ഗ്രാം എന്ന് വെച്ചാൽ 1 കിലോഗ്രാം തന്നെയാണ്. ആ 1 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം 2 കിലോഗ്രാം ആയി. അപ്പൊ ഇത് മറ്റൊരു സാധ്യതയാണ് അല്ലെ. വെയിറ്റ് ബാലൻസ് ചെയ്യാൻ, 2 കിലോഗ്രാം വെയിറ്റ് ബാലൻസ് ചെയ്യാൻ മറ്റൊരു രീതിയിൽ നമ്മൾ കട്ടകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി മൂന്നാമത്തെ സാധ്യത എങ്ങനെ വരാം? 1 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഇനിയോ 500 ഗ്രാം പ്ലസ് നമുക്ക് 1 കിലോഗ്രാം വെച്ച് 1000 ഗ്രാം ഉണ്ട്. ഇനി 1000 ഗ്രാമും കൂടെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. 500 ഗ്രാം പ്ലസ് 1000 തിരിക്കാം. 200 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 100 ഗ്രാം. ഇങ്ങനെ ചെയ്താലും 2 കിലോഗ്രാം ആ ഒരു വെയിറ്റുമായിട്ട് കോമൺ ബാലൻസ് ഈക്വൽ ആവും. കാരണം എന്താ? 1 കിലോഗ്രാം ഇവിടെ ഉണ്ട്. ഇനി 1 കിലോഗ്രാം കൂടെ വേണം. ആ 1 കിലോഗ്രാം തികയ്ക്കാനായിട്ട് 500 ഗ്രാം ഉണ്ട്, പ്ലസ് 200 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 100 ഗ്രാം. 200 പ്ലസ് 200 പ്ലസ് 100 എന്താണ്? 200 പ്ലസ് 200 400 ആണ്. 400 പ്ലസ് 100 എന്താണ്? 500 ഗ്രാം ആയി. ആ 500 ഗ്രാം പ്ലസ് 500 ഗ്രാം എന്തായി? 1000 ഗ്രാം ആയി. 1000 ഗ്രാം എന്ന് വെച്ചാൽ 1 കിലോ ആണ്.
അപ്പോൾ ഇവിടെ 1 കിലോ ഓൾറെഡി ഉണ്ട്. 1 കിലോ പ്ലസ് 1 കിലോ 2 കിലോ ആയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന ആ കുറെ കട്ടകളുണ്ട്. ആ കട്ടകൾ നമ്മൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കണം. അപ്പോൾ ഏതൊക്കെ ഗ്രാംസ് തമ്മിൽ അല്ലെങ്കിൽ ഏതൊക്കെ കട്ടകൾ തമ്മിൽ വെക്കുമ്പോഴാണ് 2 കിലോഗ്രാം വെയിറ്റുമായിട്ട് ബാലൻസ് ആവുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാനാണ്. നമുക്ക് മൂന്നാമത്തെ ഒരു സാധ്യത പറഞ്ഞു. ഇനി നാലാമത്തെ ഒരു സാധ്യത പറഞ്ഞു തരാം. 1 കിലോഗ്രാം ഉണ്ടേ, 1 കിലോഗ്രാം കട്ടയുണ്ട് കേട്ടോ. അവിടെ 1 കിലോഗ്രാമിന്റെ ആ ഒരൊറ്റ കട്ടയേ ഉള്ളൂ. ആ ഒരു കട്ട ഉപയോഗിച്ചു പ്ലസ് നോക്കിക്കോണം 250 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 50 ഗ്രാം. നോക്കി 250 ഗ്രാമിന്റെ എത്ര കട്ടകളുണ്ട് ഇവിടെ? 3 കട്ടകൾ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ? അപ്പൊ 3 കട്ടകൾ ഉപയോഗിച്ചു. 250 പ്ലസ് 250 പ്ലസ് 250. അപ്പൊ എന്തായി? 250 പ്ലസ് 250 500 ആയി. 500 പ്ലസ് 250 750 ആയി. ഇനി ബാക്കി എന്ത് മിച്ചമുണ്ട്? ഒരു 250 കൂടെ മിച്ചമുണ്ട് 1000 ആവാനായിട്ട് അല്ലെ? 750 വരെ ആയിട്ടുണ്ട്. അപ്പോൾ 200 പ്ലസ് 50 ചെയ്ത് കൊടുത്തു. 1 കിലോഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 50 ഗ്രാം. 1 കിലോഗ്രാമിന്റെ ഒരു കട്ടയുണ്ട്, 250 ഗ്രാമിന്റെ ഒരു കട്ടയുണ്ട്, 250 ഗ്രാമിന്റെ മറ്റൊരു കട്ട, 250 ഗ്രാമിന്റെ മറ്റൊരു കട്ട. അപ്പോൾ 1 കിലോഗ്രാമിന്റെ ഒരു ഒറ്റ കട്ട, 250 ഗ്രാമിന്റെ 3 കട്ടകൾ, എന്നിട്ട് 200 ഗ്രാമിന്റെ ഒരു ഒറ്റ കട്ട, 50 ഗ്രാമിന്റെ ഒരു ഒറ്റ കട്ട. അപ്പോൾ ടോട്ടൽ എന്തായി? 2 കിലോഗ്രാം ആയി. കാരണം ഈ ഗ്രാംസ് തമ്മിലെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1000 ഗ്രാം വരുന്നുണ്ട്. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് തുല്യമാണ്. അപ്പോൾ ആ 1 കിലോ പ്ലസ് 1 കിലോ നമ്മൾ ഓൾറെഡി വെച്ചത് തമ്മിൽ 2 കിലോഗ്രാം ആയി. ഇനി അടുത്തത് അഞ്ചാമത്തെ ഒരു സാധ്യത പറയാം. ഓക്കെ, 500 ഗ്രാം പ്ലസ് 500 ഗ്രാം. അപ്പൊ എന്തായി? 250 ഗ്രാം 1 കിലോ ആയില്ലേ? ഇനി 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 100 ഗ്രാം. ഇവിടെ എന്തായി? 500 ഗ്രാം പ്ലസ് 500 ഗ്രാം ചെയ്തപ്പോൾ തന്നെ 1 കിലോ ആയി. ഇനി മറ്റൊരു കിലോ കൂടെ വേണം 2 കിലോ ആവാൻ. അപ്പൊ അതെന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്തു? 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 100. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. അതായത് 2 250യും 2 200, 2 250 250 500 ഗ്രാം ആയി. കണ്ടോ? 500 ഗ്രാം ആയി. 2 200ഉം ഒരു 100 ആയപ്പോൾ ഇതും 500 ആയി അല്ലേ? 200 പ്ലസ് 200 പ്ലസ് 100 എന്താണ്? 500 ആണ്. ഓക്കെ, അപ്പോൾ 500 പ്ലസ് 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. ഇനി ഇവിടെ 250 പ്ലസ് 250 എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണ്. ഇനിയോ 200 പ്ലസ് 200 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണ്. അപ്പോൾ 2 500 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 കിലോ ആയി. ഇവിടെ ഓൾറെഡി 1 കിലോ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഈ ഒരു സാധ്യത മിസ് ഒന്നുകൂടെ വായിക്കാം. 500 ഗ്രാം പ്ലസ് 500 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 100 ഗ്രാം. ഓക്കെ, ഇത് മിസ്സിന്റെ ഒരു 5 സാധ്യത പറയുവാണ്. ഇത് നിങ്ങളുടെ വകയായിട്ട് ഒരു 6ാമത്തെ ഒരു സാധ്യത അത് സ്വന്തമായിട്ട് ചെയ്യുക. ഇവിടെ ഉള്ള തൂക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ 250യുടെ 3 ബ്ലോക്സ് ഉണ്ട്, 50യുടെ ഒറ്റ ബ്ലോക്കേ ഉള്ളൂ, 500ന്റെ 2 ബ്ലോക്സ് ഉണ്ട്, 1 കിലോയുടെ 1 ബ്ലോക്സേ ഉള്ളൂ, 200ന്റെ 2 ബ്ലോക്സ് ഉണ്ട്, 100ന്റെ ഒരൊറ്റ ബ്ലോക്കേ ഉള്ളൂ. അപ്പോൾ ഈ കട്ടകൾ ഉപയോഗിച്ച് 6ാമതായിട്ട് 2 കിലോഗ്രാം തികയ്ക്കാനായിട്ട് ഒരു സാധ്യത പോലെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെ തന്നെ മാറി തിരിഞ്ഞ് അറേഞ്ച് ചെയ്താൽ മതിയാവും. ഒരു സാധ്യതയും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്തത് ഹോംവർക്ക് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. 5 പോസിബിലിറ്റീസ് മിസ് പറഞ്ഞു കഴിഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ആ പറയുന്നത് കേട്ട് എഴുതാൻ ശ്രമിക്കാം. ബോർഡ് വിസിബിൾ ആവുന്നുണ്ടോ എന്തെങ്കിലും ഇത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക, നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. പിന്നെ 6ാമത്തെ സാധ്യത നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഡ്രോ ദ വെയ്റ്റ്സ് ഇൻ ദ എംപ്റ്റി പാൻ. ആ ക്വസ്റ്റ്യൻ വേണ്ട. എംപ്റ്റി പാനിലേക്ക് വെയിറ്റ് എല്ലാം വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. ആ വരച്ചു കൊടുക്കുകയൊന്നും വേണ്ട, ഇത്രയും സാധ്യതകളെല്ലാം എഴുതിയാൽ മതി.
ഇനി ബി, in how many ways, in how many different ways can you balance this weight of 3/4 kilo? നമ്മളിപ്പോൾ പഠിച്ചത് 2 കിലോഗ്രാം വെയിറ്റ് ബാലൻസ് ചെയ്യാനായിരുന്നു അല്ലേ. ഈ 3/4 കിലോഗ്രാം വെയിറ്റ് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏതെല്ലാം ഘട്ടങ്ങൾ ഉപയോഗിച്ച് 3/4 കിലോഗ്രാം വെയിറ്റ് ബാലൻസ് ചെയ്യാം എന്നും കൂടെ അത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 3/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ് ആദ്യമേ ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്, നമ്മൾ പഠിച്ചതാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് അല്ലെ, 1000 ഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഹാഫ് കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 × 1/2 അല്ലെങ്കിൽ 1000ന്റെ പകുതി 500 ഗ്രാം ആണ്. ഇനി അതിന്റെ 3/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 × 3/4, 1000 × 3 എന്താണ് 3000 ആണ്. 3000 / 4 നേരത്തെ മിസ് പഠിപ്പിച്ചതാണ്. 3000 / 4 എന്താണ് 750 ആണ്, 750 ഗ്രാം. ഈ ലിറ്ററിന്റെയും ഈ വെയിറ്റിന്റെയും ഏകദേശം കണക്കുകളെല്ലാം ഒരേപോലെയാണ്. കാരണം എന്താണ്, 1 ലിറ്റർ = 1000 മില്ലിലിറ്റർ ആണ്, 1000 തന്നെയാണ്. ഇവിടെ 1 കിലോഗ്രാം = 1000 ഗ്രാം ആണ്. യൂണിറ്റുകൾ എന്താണ്, നമ്പേഴ്സ് സെയിം തന്നെയാണ്. അപ്പോൾ ലിറ്ററിന് നമ്മൾ ചെയ്തിരിക്കുന്ന അതേ ഇക്വേഷൻസ് തന്നെയാണ് ഈ വെയിറ്റിന് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കാരണം എന്താ, നമ്പേഴ്സ് സെയിം ആയതുകൊണ്ട്. പക്ഷെ മീറ്ററിന്റെ കാര്യത്തിൽ പറ്റത്തില്ല. കാരണം എന്താ, മീറ്ററിന് 1 ഡിജിറ്റ് കുറവാണ് അല്ലെ. 1 മീറ്റർ = 100 സെന്റിമീറ്റർ ആണ്, 1 ഡിജിറ്റ് കുറവ് വരും. ഒരു ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ 3/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്, 750 ഗ്രാം ആണ്. അപ്പൊ 750 ഗ്രാം നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്താലാണ് ആ കോമൺ ബാലൻസ് ഈക്വൽ ആവുന്നത്, ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് 500 ഗ്രാം. ഒരു കാര്യം കൂടെ, 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം വരും, 1000 × 1/4, 1000 × 1 1000 ആണ്, 1000 / 4 250 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് നോട്ട്ബുക്കിൽ ഇത്രയും എഴുതിയിടുക. ഓക്കെ, നോട്ട്ബുക്കിൽ ബി എന്ന ക്വസ്റ്റ്യൻ എഴുതി ഇത്രയും എഴുതിയിടുക. എന്നിട്ട് നമ്മുടെ ചോദ്യം 3/4 കിലോഗ്രാം ആണ്, അത് 75 ഗ്രാം ആണ്. 75 ഗ്രാമിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് വെയിറ്റ് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും? ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണ്, 500 ഗ്രാം പ്ലസ് 250 ഗ്രാം എന്ന് എഴുതിക്കൂടെ. അപ്പൊ 750 ആയില്ലേ. ഇനി രണ്ടാമത്തെ സാധ്യത എന്താണ്, 250 ഗ്രാം പ്ലസ് 250 ഗ്രാം പ്ലസ് 250 ഗ്രാം അല്ലേ. 250 + 50 500, 500 + 50 750 ആയി. അപ്പോൾ നമ്മുടെ 750 ഗ്രാം ആയി, 3/4 കിലോ ആയി. ഇനി പിന്നെ വേറൊരു സാധ്യത പറയുകയാണെങ്കിൽ എന്തെല്ലാം, 200 ഗ്രാം പ്ലസ് 200 ഗ്രാം, അപ്പോൾ 400 ആയി അല്ലേ. പിന്നെയും 200, അപ്പോൾ 600 ആയി. പിന്നെ 100 ഗ്രാം പ്ലസ് 50 ഗ്രാം. അപ്പൊ എങ്ങനെ എഴുതാം, 200 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 100 ഗ്രാം പ്ലസ് 50 ഗ്രാം. അപ്പോൾ 3 200 ആയപ്പോൾ 600 ആയി. 600 പ്ലസ് 100 700, 700 പ്ലസ് 50 750 ആയി. നാലാമത്തെ ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം, 250 ഗ്രാം പ്ലസ് 200 ഗ്രാം പ്ലസ് 200 gram plus 100 gram. Okay, 250 plus 200 450, 450 plus 200 650, 650 plus 100 750. ഈ അഞ്ചാമത്തെ ഒരു സാധ്യത നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഏതൊക്കെ ഗ്രാംസ് തമ്മിൽ കൂട്ടിയാലാണ് 750 ഗ്രാം കിട്ടുന്നത്, അത് അഞ്ചാമത്തെ ഒരു സാധ്യത നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ബി എന്ന ടെസ്റ്റിന് എഴുതി ഇതെല്ലാം നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഇനി അടുത്തത് 106, പേജ് നമ്പർ 106. Why is it wrong? Why is it wrong? Kannan shaded some parts as shown. കണ്ണൻ കണ്ടോ, രണ്ട് ഫിഗേഴ്സ് എന്ത് ചെയ്തു, കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. But his friend Minnie says that this is wrong.
എന്താണ് മിനി പറയുകയാണ് നീ ചെയ്തത് തെറ്റാണ്. കാരണം നീ വരച്ചു കൊടുത്തു, അത് ഷെയ്ഡും ചെയ്തു, പക്ഷെ നീ ചെയ്തത് തെറ്റാണ് എന്ന് മിനി പറയുകയാണ്. എക്സ്പ്ലെയിൻ വൈ. അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് പറയുകയാണ്. കണ്ടോ, കണ്ണന് വരച്ച റെക്റ്റാങ്കിൾ എന്ന് നോക്കി. ആ റെക്റ്റാങ്കിൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു അല്ലെ? കണ്ടോ, കണ്ണൻ എന്ത് ചെയ്തു? ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ആ റെക്റ്റാങ്കിൾ എന്ത് ചെയ്തു? 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു അല്ലെ? എന്നിട്ടൊരു വലിയ ഭാഗത്ത് കളർ ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇനി ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിൽ എന്താണ്? ഒരു ഭാഗത്ത് കളർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറയാണ്, ഈ ഒരു ഫ്രാക്ഷൻ പറയാണ് 1/4 എന്ന് പറയുകയാണ്. ഈ ഒരു ഫ്രാക്ഷനെ 1/2 എന്നും പറയുകയാണ്. ശരിയാണോ? തെറ്റാണ് എന്ന് മിനി പറയുകയാണ്. കണ്ണന്റെ സുഹൃത്ത് പറയാണ്. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു ഫിഗറിനെ എത്രയൊക്കെയായി ഡിവൈഡ് ചെയ്താലും അത് തുല്യമായിരിക്കണം. കണ്ണൻ അതിന്റെ ആ റെക്റ്റാങ്കിളിന്റെ ഫിഗർ നോക്കി 4 ഡിവൈഡ് ചെയ്തു. അതിൽ ആ കളർ ചെയ്തിരിക്കുന്ന ആ റെഡ് ഭാഗം നോക്കി, ഒരു വലിയ പോർഷൻ ആണ് അല്ലെ? അപ്പോൾ 4 തുല്യമായിട്ടല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് by4 എന്ന് എഴുതാൻ സാധിക്കത്തില്ല. കാരണം 4 തുല്യമായിട്ടല്ല. തുല്യമായി ഡിവൈഡ് ചെയ്താൽ മാത്രമേ by4 എന്ന് പറയാൻ പറ്റുള്ളൂ. മുകളിൽ 1 എന്നും കൊടുക്കാനും പറ്റുള്ളൂ. തുല്യമല്ലാത്തത് കൊണ്ട് നമുക്ക് 1/4 ആണ് ആ ഫ്രാക്ഷൻ, ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഒരു റെക്റ്റാങ്കിളിന്റെ ഫ്രാക്ഷൻ 1/4 ആണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആ ട്രയാങ്കിൾ നോക്കി, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗം, ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗം എന്താണ്? ഏരിയ വളരെ കുറവാണ്, ചെറിയൊരു ഏരിയ ആണ്. മറ്റേ ഭാഗമോ വലിയ വിസ്താരമുള്ള ഒരു ഏരിയ ആണ് അല്ലെ? അപ്പൊ തുല്യമായിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 2 ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്നു. അത് തുല്യമാണോ? അല്ല. അതുകൊണ്ട് 1/2 എന്ന് പറയാൻ സാധിക്കത്തില്ല. by2 എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം തുല്യമായി ഡിവൈഡ് ചെയ്താൽ എപ്പോഴും നമ്മൾ ഫ്രാക്ഷൻ എഴുതുകയുള്ളൂ. അപ്പോ അവിടെ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക. മിനി പറയുന്നത് ശരിയാണ്. കണ്ണൻ ഭാഗിച്ചിരിക്കുന്ന ആ ഫ്രാക്ഷൻ ഒന്നും, ആ വരച്ചിരിക്കുന്ന ഫിഗറും ഫ്രാക്ഷനും ഒക്കെ തെറ്റാണ്. ഇൻ ദ കേസ് ഓഫ് റെക്റ്റാങ്കിൾ 4 divisions are not of equal size. In the case of rectangle, text book തന്നെ എഴുതിയാൽ മതി, കോമ. In the case of rectangle, the four divisions, divisions, divisions are not equal size. റെക്റ്റാങ്കിളിന്റെ കേസിൽ ആ 4 ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡിവിഷൻസ് ഒന്നും ഈക്വൽ സൈസ് അല്ല. സോ ഫുൾ സ്റ്റോപ്പ്. സോ ഇറ്റ് cannot be said that the shaded part, PART, the shaded part is 1/4. The shaded part is 1/4. Okay. അപ്പോൾ ആ ഒരു 4 ഈക്വൽ ആയിട്ട് അല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഷെയ്ഡഡ് ഭാഗത്തിനെ 1/4 ആണ് ഫ്രാക്ഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല റെക്റ്റാങ്കിളിന്റെ കേസിൽ. ഇനി അടുത്തത്, ഇൻ ദ കേസ് ഓഫ് ട്രയാങ്കിൾ, കോമ, the line is not at the middle clearly. Line is not at the middle clearly. കാരണം നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ ആ ലൈൻ കറക്റ്റ് മിഡിലായിട്ടല്ല. MIDDLE മിഡിലി, CLEARLY clearly. Comma, the shaded part is not 1/2. The shaded part is not 1/2. അതുകൊണ്ട് തന്നെ ഷെയ്ഡഡ് പാർട്ട് 1/2 അല്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും മിസ് പഠിപ്പിക്കുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ why is it wrong എന്നുള്ള ഈ ക്വസ്റ്റ്യനും ഈ സെന്റൻസുകളും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി.
ആ വെയിറ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ മിസ് അല്പം മുമ്പ് പഠിപ്പിച്ചത് അത് നോട്ട്ബുക്കിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഹോംവർക്ക് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക, ഹോംവർക്ക് അയച്ചു തരിക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.